ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന്. ഇവിടെ നമ്മുടെ ഒരു ലെവലിൽ 23,507 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ച ലെവലാണ്. ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലേക്ക് കയറി സപ്പോർട്ട് എടുക്കുന്നു. ഈ ഒരു റേഞ്ച് ഈ രണ്ട് ലെവലുകൾക്കുള്ളിൽ 23,452 23,568 ഈ ഒരു റേഞ്ചിൻ്റെ അകത്തായിരിക്കും ഇന്ന് മാർക്കറ്റ് എന്നുള്ള ഒരു വ്യൂവിലാണ് ഇപ്പോൾ ബിഗിനിങ്ങിൽ. ഇനിയിപ്പോൾ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വ്യൂ മാറാം. അപ്പോൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ ഈ രണ്ട് ലെവലിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. പിന്നെ അറിയാം, ഇതിന് താഴേക്കൊക്കെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ വരെ എന്നുള്ള സാധാരണ പ്ലാനുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗൈസ്, ഓപ്പർച്യൂണിറ്റി മിസ്സായി. കുറച്ച് സമയം സ്ക്രീനിൻ്റെ മുന്നിലില്ലായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത സെല്ല് ലെവലിന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഇവിടുന്ന് റീടെസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്തിട്ട് ഇതിന് താഴേക്ക് വന്നാൽ ഈ ലെവൽ വരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് വീണ്ടും നമുക്കൊരു സെല്ല് പരിഗണിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസ്ക് റിവാർഡിൽ ഇതുവരെ പ്ലാൻ ചെയ്യുന്നു. എഗെയിൻ ഒന്ന് സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. വന്ന് നോക്കുമ്പോഴേക്കും അവസരം മിസ്സായിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ള അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. കറണ്ട് പ്രൈസ് ആക്ഷൻ ഇങ്ങനെയാണ്. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടില്ല, തൊട്ടടുത്ത് തന്നെ പ്രധാനപ്പെട്ട ലെവലുള്ളതുകൊണ്ട്. പിന്നെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുകളിലേക്ക് ഈ സ്വിങ്ങിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സെല്ലിൽ നിന്ന ആളുകളെയും ഈ ലെവലിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സെല്ലിൽ നിന്ന ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഇങ്ങനെ വന്ന് വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം ഒരു സെല്ല് കിട്ടിയാൽ ഇങ്ങനെ ഒരു ഈ ലെവൽ വരെ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡിൽ ട്രേഡ് കിട്ടും. അപ്പോൾ ഇവിടേക്ക് പ്രൈസ് വരികയാണെങ്കിൽ മാത്രം എൻട്രി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാം. ബൈ സൈഡിൽ തീർച്ചയായിട്ടും അടുത്ത സാധ്യത ഉണ്ട് കേട്ടോ. ബൈ സൈഡിലേക്ക് ഇവിടെ ഇതിപ്പോൾ അങ്ങനെ വേഗം ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നീട് ഈ ഭാഗത്തു നിന്നുള്ള റിവേഴ്സൽ പ്രയോജനപ്പെടുന്നു. നമ്മുടെ പ്ലാൻ ബി ആക്റ്റീവ് ആയിട്ടുണ്ട്. ബൈ ഈ ലെവലിലേക്ക് വന്നാൽ ബൈ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് താഴേക്ക് വന്ന് രണ്ടാമത് ഇതിന് താഴേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇതുവരെയാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഈ ട്രേഡിന് നമ്മൾ ഉപയോഗിച്ചത് എന്ത് മെത്തേഡാണ്, നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്ത് മെത്തേഡാണെന്നുള്ളതെന്ന് പറയാം. നമ്മുടെ സൈക്കോളജി എപ്പിസോഡ് 2 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളൊരു റിവേഴ്സ് തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട് അല്ലേ, റിവേഴ്സ് തിങ്കിങ്. അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു മേജർ ലെവലിൻ്റെ താഴേക്ക് വന്ന് അതിന് മുകളിലേക്ക് ബൗൺസ് ചെയ്ത് വീണ്ടും താഴേക്ക് വരുമ്പോൾ സെല്ലിൽ നിൽക്കുക എന്നുള്ളതാണ് പറയാറ് അല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ ആണ് എടുത്തത്. അപ്പോൾ ആ റിവേഴ്സ് തിങ്കിങ് നമ്മൾ അവിടെ ഒരു റെഡി പ്ലെയർ 1 എന്നുള്ളൊരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എപ്പിസോഡ് 2 ഒന്ന് കാണുക, സൈക്കോളജി സീരീസിൽ എപ്പിസോഡ് 2. ആ കൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ എൻട്രിക്ക് ഉപയോഗിച്ച മെത്തേഡിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന എന്താണ്, അവിടെ വ്യൂ ആണ്. മാർക്കറ്റിൻ്റെ മുകളിലുള്ള വ്യൂവിനാണ് എല്ലാത്തിനേക്കാളും ഉപരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് റിവേഴ്സ് തിങ്കിങ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ സ്ഥലത്തും റിവേഴ്സ് തിങ്കിങ് അപ്ലൈ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ എൻ്റെ വ്യൂവിനോട് കണക്റ്റായിട്ട് ഇവിടെ റിവേഴ്സ് തിങ്കിങ്ങിനുള്ള സാധ്യത വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ അങ്ങനെ ഉപയോഗിച്ചത്. ഇത് വ്യൂവിൻ്റെ എഗെയിൻസ്റ്റ് ആണ് എങ്കിൽ, വ്യൂവിനോട് സിമിലറായിട്ട് താരതമ്യപ്പെട്ടുകൊണ്ട് റിവേഴ്സ് തിങ്കിങ്ങിനുള്ള സാധ്യത വന്നപ്പോൾ അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ റിവേഴ്സ് തിങ്കിങ് ഉപയോഗിച്ചത് കൊണ്ട് അത് വിജയിക്കുന്നോ വിജയിക്കില്ല എന്നുള്ളതോ അങ്ങനെയൊന്നും നമ്മൾ ബയസ്ഡ് ആവണ്ട, ന്യൂട്രലായിട്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു. കാരണം നമ്മുടെ വ്യൂ എന്തായിരുന്നു, ഇവിടുന്ന് സെല്ല് ചെയ്യുക, ഇവിടുന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യൂവിൽ നമ്മൾ നിന്നു. അപ്പോൾ ആ വ്യൂവിന് എൻട്രി ട്രിഗറായിട്ട് നമ്മൾക്കറിയാവുന്ന ഒരു രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്തു. സ്റ്റിൽ ഇത് വെറും ഒരു സാധ്യത മാത്രമാണ്. ഇത് പ്രോഫിറ്റ് ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ലാത്ത ട്രേഡാണ്. ഒരു 50-50 ചാൻസ് ഉള്ള ആസ് യൂഷ്വൽ ട്രേഡ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ട്, ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അപ്രോച്ച്. ഓക്കെ, ഓപ്ഷനിൽ പ്രൈസ് മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ടാർഗറ്റ് 1:4 വെച്ചിട്ടുണ്ടെങ്കിലും അത് എത്താൻ വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യില്ല. കാരണം ഈ ഏരിയയിൽ ഇവിടെ ഡെറിവേറ്റീവിൽ
ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ പ്ലാനാണ്. ഇവിടെയൊക്കെ ആക്റ്റീവ് ആവാൻ സാധ്യത ഉള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് ന്യൂട്രലായിരുന്നു, കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇതുപോലെ തന്നെ 1:2 പകുതി എത്തിയതിന് ശേഷമാണ്, ഇപ്പോൾ 1:2 എത്തിയിട്ടുണ്ട്. പക്ഷേ 1:2 എത്തിയാൽ പോരാ, അത് 1:2ൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എന്നാൽ പ്രീമിയം നീങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഇവിടെ എത്തിയാൽ തന്നെ അത് എക്സിറ്റ് ചെയ്യും. പ്രീമിയം ഓപ്ഷനിൽ വെയിറ്റ് ചെയ്തോളുന്നില്ല. അപ്പോൾ അപ്പോൾ ഇവിടെ ഇന്നലെ അങ്ങനെ അത് ഒരു 1:2 പ്രോഫിറ്റിലുള്ള ട്രേഡ് കോസ്റ്റിൽ അവസാനിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു റിസെൻറ്റ് ഇൻസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ റിസെൻറ്റ് ഇൻസിഡൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, റിസൻസി ബയസ് ഇപ്പോൾ എന്നെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ അവെയർ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്: ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ്, അതേപോലെ റിസൻസി ബയസ്. ഈ 2 കാര്യങ്ങളും ഇവിടെ ട്രിഗർ ആവും. അപ്പോൾ എന്നിട്ടും എനിക്കിവിടെ ഇത് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ ഈ 2 ബയസിൻ്റെ സ്വാധീനത്താലല്ല ഞാൻ ചിന്തിക്കുന്നത്, മറിച്ച് എൻ്റെ ഒരു പ്ലാൻ ആണ് എങ്കിൽ എനിക്കത് ഫോളോ ചെയ്യാം. പക്ഷേ എൻ്റെ പ്ലാൻ അല്ലത്. ഇവിടെ ഒരു ലെവലുണ്ട്, നമ്മുടെ ലെവലുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. സ്റ്റിൽ ഞാൻ ആ റിസ്ക് എടുത്തതാണ്. ഈ ലെവലിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മളിവിടെയാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു പ്ലാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്താൽ അത് റിസൻസി ബയസ് അല്ല. പക്ഷെ ഇവിടെ ടാർഗറ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ആ ഒരു ഫിയറിൻ്റെ ഡിസിഷനാണത്. ഞാൻ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള എൻ്റെ അനാലിസിസ്, ഈ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് എൻ്റെ അനാലിസിസ് ശരിയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ എത്തണം. അപ്പോൾ ആ ടാർഗറ്റിൽ എനിക്കൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അത് തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ ലോസ് ബുക്ക് ചെയ്യാൻ ഞാൻ റെഡി ആവുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ സംവാട്ട് നിയറിലെത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എക്സാക്റ്റ് ഇവിടെ ഇല്ലെങ്കിലും, കാരണം എന്തായാലും പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് കുറവുണ്ട്. അപ്പോൾ ഒരു സ്പൈക്ക് കിട്ടിയാൽ ഇവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 1:3 ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗൈസ്, പ്രീമിയം മൂവ് ചെയ്യുന്നില്ല. ആക്ച്വലി 1:3ൻ്റെ ഒക്കെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. 1:3ൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. എന്നാൽ അതിനനുസരിച്ച് പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. യെസ്, 1:2 നമുക്ക് ഒതുക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്കിവിടെ 1:2 ക്ലിയർ ആയിട്ട് 1:3 നമ്മൾ ഇവിടെ നിന്ന് ഇതിലും താഴെ നിന്നൊക്കെയാണ് എൻ്റെ അടുത്തുണ്ടാവും. ഇൻഡൈസിൽ ഇത്രയും മൂവ്മെൻറ്റ് കിട്ടിയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് വരാതായപ്പോൾ പിന്നെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇനിയും തീറ്റ എഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവിടെ ചെറിയൊരു സ്വിങ്ങും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ബുക്ക് ചെയ്തു, 1:2 ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു മേജർ ടേക്ക് അവേ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിവേഴ്സ് തിങ്കിങ് കൺസെപ്റ്റാണ്. അപ്പോൾ റിവേഴ്സ് തിങ്കിങ് എപ്പിസോഡ് 2ൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതുവരെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ നമ്മുടെ സൈക്കോളജി സീരീസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. മുഴുവൻ സീരീസിൻ്റെയും എപ്പിസോഡുകൾ ഞാൻ താഴെ ഇടാം. പിന്നെ സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് തോട്ട് പ്രോസസ്സ് കൊണ്ടുവരുന്നത്, ഇത് നമ്മൾ കൊടുക്കുന്ന, ഇതിൽ പ്രാക്ടീസ് കൊടുക്കുന്ന, ട്രെയിനിങ് കൊടുക്കുന്ന നമ്മളുടെ 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം 2.5 ലക്ഷം 3 ലക്ഷം ക്യാപിറ്റലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം 2 ലക്ഷത്തിനെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഒരു ഡ്യൂറേഷനുള്ള 2-2.5 മാസമൊക്കെ നീണ്ടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കോസ്റ്റ് ആ പ്രോഗ്രാമിനുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഒരു സൈക്കോളജി ഈ രീതിയിലേക്ക് ലൈവിൽ ഓരോ അവയർനെസ്സും കൊണ്ടുവന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കും നമ്മൾ 2-2.5 മാസം കൊണ്ട്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ടാർഗറ്റ് ഇവിടെ വരെയാണെങ്കിലും ഇവിടെ ഈ ലെവലിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാണ്ടായ കാരണം നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ കണ്ടോ, ഇത് 12:52 ക്യാൻഡിലാണ്. ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ള സമയം നോക്കൂ, 10:52 10:52 ട്രേഡ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാനിവിടെ എക്സാക്ട്ലി മാർക്ക് ചെയ്ത് ഇതാണ് 10:52 ക്യാൻഡിൽ. ഈ മാർക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 1:3 എത്തിയിട്ടുണ്ട്, 1:3.3 എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് കാണുന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ പിന്നെ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവിടെ നമുക്ക് ആൾറെഡി 1:2ൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ, 2ൻ്റെ മുകളിലല്ല, അവിടെ ഈവൻ 1:1 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീമിയം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് നമ്മളുടെ അനുകൂലമായിട്ട് മാർക്കറ്റ് നീങ്ങുമ്പോഴും താഴേക്ക് ഇവിടെ വരെ വരുമ്പോഴേക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാതെ എക്സിറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്, ടാർഗറ്റിൻ്റെ കുറച്ച് അടുത്തായിട്ട്. അപ്പോൾ ഇതൊരു നമ്മളൊരു എക്സിക്യൂഷൻ ബേസിൽ ഇതൊരു എക്സലൻറ്റ് ട്രേഡ് എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്നത്. നല്ലൊരു ട്രേഡാണത്. എന്നാൽ മാർക്കറ്റ് നമുക്ക് അത്ര ഫേവറായിട്ട് നിൽക്കാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച റിവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ 1:2 മാത്രമാണ് റിവാർഡ് എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ വേറൊരു ട്രേഡിലേക്ക് പോകില്ല. 1:3 ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റിൽ നമുക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി
നോക്കാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും സമയം 11:30 ആകുമ്പോഴേക്കും നമ്മൾ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ ആഗ്രഹമുള്ളവർ പ്രോഗ്രാമിനെ സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഉള്ള ഡീറ്റെയിൽ താഴെ കൊടുത്ത ഡീറ്റെയിലുകൾ കാണുക. 2 മന്തൊക്കെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് 1 മന്തെങ്കിലും നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് 1 മാസം 1.5 മാസം ട്രേഡ് ചെയ്തിട്ട് അവരെന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, അവർ കാര്യങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ള അവരുടെ ഫീഡ്ബാക്കുകളുണ്ട്, അതും താഴെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം അതിനൊക്കെ വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ പ്രോഗ്രാമിനെ വിലയിരുത്താൻ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചാനൽ വന്നുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ സ്വിംഗ് ട്രേഡുകൾ ഈ രീതിയിൽ നമ്മൾ സ്വിംഗ് ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ വളരെ മെച്യൂർഡായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണിത്. എല്ലാ ദിവസവും ചറപറ ട്രേഡുകളൊന്നും ഉണ്ടാവില്ല. നല്ല ട്രേഡിനുള്ള അവസരം വരുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ട്രേഡുകളാണ്. കഴിഞ്ഞ വർഷം 50% റിട്ടേൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ട്രേഡുകളും നമ്മൾ 40-45% ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് ആയതുകൊണ്ട് ഇപ്പോൾ 16%ഒക്കെയാണ് ഒരു ട്രേഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണത്തേക്കാൾ കൂടുതൽ സമയം ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട്, റിസ്ക് ഫാക്ടറൊക്കെ മനസ്സിലാക്കിയിട്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടവർക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റുകളൊക്കെ എന്തെങ്കിലും തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, ആക്റ്റീവ് ആവുക. ഓക്കെ, താങ്ക് യു, ബൈ.